നമസ്കാരം. ഇന്ന് ചൈനയിൽ തന്നെ എല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമായ ഹോട്ട് പോട്ട് പരിചയപ്പെടുത്താം. ഇതിൽ ഒറ്റ വിഭവം എന്ന് പറയുന്നതിൽ കാര്യമില്ല. എല്ലാം കൂടി ഇട്ട് ഒരുമിച്ച് വേവിക്കുന്ന ഒരു അവിയൽ പരുവത്തിലുള്ള സൂപ്പുമുണ്ട്, മീറ്റുണ്ട്, പച്ചക്കറിയുണ്ട്, ഇതെല്ലാം ഇട്ടിട്ടുള്ള ഒരു വിഭവമാണ് ഹോട്ട് പോട്ട്. അപ്പൊ ഈ റെസ്റ്റോറന്റില് കണ്ടല്ലോ, ആ സ്റ്റീൽ ബേസിനിൽ ആദ്യം എണ്ണ ചൂടാക്കി, പിന്നെ അവർ സ്പൈസസ് ഒക്കെ ഇട്ടു. ഇപ്പൊ ഇട്ട കടുക് പോലിരിക്കുന്ന സാധനം, കുരുമുളക് പോലിരിക്കുന്ന സാധനം സെച്ചുവാൻ പെപ്പറാണ്. സെച്ചുവാൻ പെപ്പർ നമ്മുടെ നാട്ടില് ചൈനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ സിച്ചുവാൻ പെപ്പർ, സിച്ചുവാൻ ചിക്കൻ എന്നൊക്കെ കേൾക്കുമെങ്കിലും അതൊന്നും ശരിക്കും സെച്ചുവാൻ പെപ്പർ ഇട്ട് ഉണ്ടാക്കുന്നതല്ല. ഇത് സാധാരണ മുളക് പോലെയോ കുരുമുളക് പോലെയോ അല്ല. ഇതിന് ഭയങ്കരമായ വേറൊരു രുചിയാണ്. ചില ആൾക്കാർക്ക് ഇഷ്ടമാവും, ചില ആൾക്കാർക്ക് ഇഷ്ടമാവത്തില്ല. അത് കഴിച്ചു കഴിയുമ്പോൾ ഒരു ആഫ്റ്റർ ടേസ്റ്റ് ഉണ്ട്. നാക്ക് മരവിച്ചു പോകുന്ന പോലെ നമുക്ക് തോന്നും. നാക്കും മോണയും കൗളുമെല്ലാം മരവിച്ചു പോകുന്ന പോലെ തോന്നും. എനിക്കിഷ്ടമുള്ള ഒരു രുചിയാണ് സിച്ചുവാൻ പെപ്പറിൻ്റെ. എന്നാൽ അധികമൊന്നും കഴിക്കാൻ പറ്റത്തില്ല, ഭയങ്കര സ്പൈസിയാണ്. പിന്നെ അവർ അതിലിട്ടത് കുറച്ച് പിക്കിൾഡ് വെജിറ്റബിൾസ് ആണ്. അപ്പോൾ പിക്കിൾഡ് ക്യാബേജ് ഉണ്ട്, സ്പ്രിംഗ് അനിയൻ ഉണ്ട്, റാഡിഷ് ഉണ്ട്. ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ് അവരിത് ചെറുതായിട്ടൊന്ന് സ്റ്റർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇട്ടതാണ് സകലം മുളകും ഇട്ട ഒരു മുളകിന്റെ ഒരു സോസാണ്. മുളക് മാത്രം ഇട്ടിട്ടുള്ള അരപ്പാണ്. ആക്ച്വലി ഇത് ഈ എൻ്റെ ഹോട്ട് പോട്ടിൽ 20-ൽ പരം സ്പൈസസ് ആണ് അവർ ചേർക്കുന്നത്. ഇതിൽ കറുവാപ്പട്ടയുണ്ട്, ക്ലൗ ഉണ്ട്, ക്യുമിനുണ്ട്, ജീരകം ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ പലതരം മുളക് ഇവര് ഇതിൽ ചേർക്കുന്നുണ്ട്. ഇപ്പൊ ഈ മുളകിന്റെ സോസ് ഇട്ട് അവർ നല്ലോണം ഒന്ന് ഇളക്കിയ അതിന്റെ മണമെല്ലാം ഇവിടെ ഭയങ്കര മണമാട്ടെ. ഇവിടെ ഇരിക്കുമ്പോൾ നല്ല മണമാണ്. മുളകിന്റെ സോസ് മുഴുവനായിട്ട് ഇട്ടു. അത് നല്ലോണം ഒന്ന് ഇളകി അതിന്റെ ഒരു മണം വന്നു കഴിയുമ്പോൾ കണ്ടല്ലോ, ആവിയെല്ലാം പറക്കുന്നത് കണ്ടല്ലോ അല്ലേ. അവർ അതിനെ പറഞ്ഞു സൂക്ഷിച്ചൊക്കെ ഇരുന്നോ, ഇതങ്ങനെ തെറിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു. നമ്മൾ ആദ്യം ചൈനയിൽ വന്നിട്ട് ഇത് കഴിക്കാൻ പോയപ്പോൾ നമുക്കൊരു അബദ്ധം പറ്റിയതാണ്. ശ്രീത്തിന്റെ വെള്ള ഷർട്ട് മുഴുവൻ ഇത് തെറിച്ചായിരുന്നു. ഇപ്പൊ ഇവരിത് ഒഴിക്കുന്നത് സ്റ്റോക്കാണ്. യൂഷ്വലി പന്നിയില്ലാതെ ഇവർക്കൊരു സാധനമില്ല. അപ്പൊ പോർക്കിന്റെ എല്ലിട്ടിട്ടുള്ള ഒരു സൂപ്പ് ആവാനാണ് സാധ്യത. ഇതൊരു സ്റ്റോക്ക് ബേസ് ആണ്. പിന്നെ ചില സമയത്ത് ചില മഷ്റൂമും എല്ലാം ഇട്ടുള്ള ഒരു സ്റ്റോക്കാണ്. അത് ഒഴിക്കുന്നു. പിന്നെ നമ്മളിനി ചെയ്യുന്നത് ഇത് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നല്ലോണം വെട്ടി തിളച്ച് തുടങ്ങുമ്പോഴാണ് പിന്നീട് നമ്മൾ ഇതിലോട്ട് പച്ചക്കറികളും പലതരത്തിലുള്ള ഇറച്ചിയും ഇടുക. ഇപ്പം നമുക്കൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതിനോടൊപ്പം ഒരു ഡിപ്പിംഗ് സോസ് ഉണ്ട്. ഒരു ഡിപ്പിംഗ് സോസ് തരാറുണ്ട്. അതിൽ സെസമിയുടെ ഒരു പേസ്റ്റ്, എള്ളിന്റെ ഒരു സോസ് ഉണ്ടാവും, പിന്നെ മല്ലിയില, ഇതെല്ലാം ഉണ്ടാവും. കണ്ടല്ലോ, ആ ഡിപ്പിംഗ് സോസിലേക്ക് അവർ ഇതിന്റെ കുറച്ച് സ്റ്റോക്ക്, ഇതിന്റെ കുറച്ച് സൂപ്പ് അതിലേക്ക് അങ്ങ് ഒഴിച്ചു. ഓക്കെ, അതിൽ സെസമി സീഡ്, മല്ലിയില, കപ്പലണ്ടി, പീനട്ട് ബട്ടർ, പിന്നെ മുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം കൂടി ചേർത്തൊരു ഡിപ്പിംഗ് സോസാണ്. ഇത് 2 തവി വെച്ചിട്ടാണ് എടുക്കുന്നത്. അതായത് ആ സെച്ചുവാൻ പെപ്പറൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ണാപ്പയും ഒരു സാധാരണ തവിയും കൂടെ വെച്ചിട്ട് അവർ അരിച്ചെടുക്കുന്ന പോലെയാണ്. അതിന്റെ ബ്രോത്ത് മാത്രമാണ് അതിലോട്ട് ഒഴിച്ചത്. കണ്ടല്ലോ, ഇനി അവര് ഓരോന്നിടാൻ പോവാണ്. ഇത് കുമ്പളങ്ങയാണ്. ഓക്കെ, ഇത് കുമ്പളങ്ങ സ്ലൈസ് ചെയ്ത് ഇച്ചിരി കട്ടിയുള്ള സ്ലൈസസ് ആയിട്ട് ഒരു മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. അപ്പൊ നമുക്ക് അതിൽ നിന്ന് എടുത്ത് കഴിക്കാം. പിന്നെ വേറെ നമ്മൾ ഇപ്രാവശ്യം ഇത് നമുക്ക് പച്ചക്കറി എന്തൊക്കെ വേണമെന്നുള്ള നമുക്ക് തീരുമാനിക്കാം. ഇതിനോടൊപ്പം നമ്മൾ ലോട്ടസിന്റെ കിഴങ്ങ്, താമരയുടെ കിഴങ്ങും ഓർഡർ ചെയ്തിരുന്നു. അപ്പൊ താമരയുടെ കിഴങ്ങും വന്നിട്ടുണ്ട്. അതും അതിനകത്തോട്ട് ഇടുകയാണ്. നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇതിനൊരു സ്റ്റാർച്ചി ഒരു രുചിയാണ്. ഒരു സ്റ്റാർച്ച് കഴിക്കുന്ന ഒരു ഉരുളക്കിഴങ്ങിന്റെ രുചിയല്ല, ഇതിനൊരു ഫ്ലേവർ ഉണ്ട്. എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇത് വറുത്ത് കഴിക്കും. ഇപ്പൊ ഇത് ബീഫാണ്. ബീഫ് ഇച്ചിരി കനം കുറച്ച കഷ്ണങ്ങൾ, കനം കുറവുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ച് അതിൽ ഓൾറെഡി ഒരു മാരിനേറ്റ് ഉണ്ട്. ആ ബീഫ് അടുത്തത് ആ ബീഫ് അതിലിടും. ഇതെല്ലാം വെട്ടി തിളച്ചൊരു 1 മിനിറ്റ് 2 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും വേവേണ്ട കാര്യമില്ല. നല്ല ചൂടിലാണ് ആ ഹോട്ട് പോട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇതിന് ഹോട്ട് പോട്ട് എന്ന് പറയുന്നത്. ഇത് മംഗോളിയയിലുള്ള ആൾക്കാർ പറയപ്പെടുന്നത്, പണ്ട് മംഗോളിയയിൽ ഈ കുതിരസവാരിക്കാര് മംഗോളിയൻ മലഞ്ചെരുവുകളിലൂടെയൊക്കെ പോകുമ്പോൾ ഒരു ഹെൽമെറ്റില് ഈ സാധനം ഉണ്ടാക്കുമായിരുന്നാണ്. ഹെൽമെറ്റിൽ ഒരു ബ്രോത്ത് ഉണ്ടാക്കിയിട്ട് മാംസം അതിൽ വേവിക്കുമായിരുന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അവരുടെ പരിചയം ഉണ്ടല്ലോ, പരിചയം അവർ ബാർബേക്യൂ ചെയ്യുന്നതാണ് പറയുന്നത്. ഇത് കാണുന്നില്ലേ, ഇതിന് പച്ച കളറിൽ കുരുമുളക് പോലെ ഇരിക്കുന്ന പച്ചക്കുരുമുളക് പോലത്തെ, ഇത് സെച്ചുവാൻ പെപ്പറാണ്. പച്ച സെച്ചുവാൻ പെപ്പർ. ഇത് പച്ചയും ഇടും
ഉണങ്ങിയതും അതിന്റെ സൈഡിലേക്ക് കിടപ്പുണ്ട്. ആ മണിമണി പോലെ അതിന്റെ സൈഡിലേക്ക് കിടക്കുന്നതെല്ലാം ഉണങ്ങിയ സിച്ചുവാൻ പെപ്പറാണ്. സംഭവം വായിൽ എരിഞ്ഞു പോകുന്ന ചൂടാട്ടോ. ഇത് ടെമ്പറേച്ചർ ഇല്ലേ, ആ ചൂടുമുണ്ട്, ഈ മുളകിന്റെയൊക്കെ എരിവുമുണ്ട്, രണ്ടും കൂടെ ചേർന്നിട്ടുള്ളതാണ്. ഈ ഇരുന്നതും ബീഫ് തന്നെയാണ്, പക്ഷെ ഇത് വളരെ കനം കുറഞ്ഞ സ്ലൈസ് ആയിട്ട് ഫാറ്റി ബീഫാണ്. ഇടയ്ക്ക് കണ്ടല്ലോ, ഇടയ്ക്ക് ഫാറ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് കഴിക്കാൻ. ഞാനിപ്പോൾ വെജിറ്റേറിയൻ ആണ്, പക്ഷെ എന്നാലും കഴിക്കാൻ നല്ല രുചിയാണ്. അതും എല്ലാം ഒരുമിച്ചിടുക, എന്ത് വേണമെങ്കിലും ഇടാം. പല സാധനങ്ങളിനകത്ത് ഞങ്ങൾ ഇതിൻ്റെ കൂടെ കുറെ ഇലകളൊക്കെ മേടിച്ചിരുന്നു, ഇലകൾ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ കഴിക്കുന്നത് ഇലയാണ്. ഇങ്ങനെ എടുക്കുക, വെന്ത് കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് എടുക്കുക, ഡിപ്പിംഗ് സോസിൽ മുക്കുക, തിന്നുക. അത്രേ ഉള്ളൂ കാര്യം. ഇതാണ് ഇവിടുത്തെ ഹോട്ട് പോട്ട്. ഇത് ഇവിടുത്തെ വളരെ നമ്മുടെ നാട്ടിലെ തട്ടുകടയും പൊറോട്ടയും ബീഫും പോലെ ഇവിടുത്തെ പ്രധാനപ്പെട്ട സാധനമാണ് ഹോട്ട് പോട്ട്.